ചില്ലിസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ മാങ്ങ റോസ്റ്റ് ആണ്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് നാളികേരക്കൊത്ത് ചേർക്കുക. ഞാൻ നാളികേരം കുറച്ച് നീളത്തിൽ കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. അതായത് നാളികേരത്തിന്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി നല്ലൊരു വറുത്ത മണം വരുന്ന സമയം വരെ വഴറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇത് ചെമ്മീൻ റോസ്റ്റിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ മസാല പറ്റി വെച്ചുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കുക. ഭയങ്കരമായിട്ട് ക്രിസ്പി ആക്കി എടുക്കണ്ട. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞതും അതേപോലെ 2 പച്ചമുളകും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതായത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവർ വഴറ്റിയെടുക്കണം. ഇതിൽ സവോളയ്ക്ക് പകരം മുഴുവനായിട്ട് ഉള്ളി ചേർത്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിടണം. ഇനി ഇതിന്റെ റോ ടേസ്റ്റ് പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക. വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി തക്കാളിയും ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മൾ മാങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ തക്കാളിയുടെ അളവ് ഇത്രയ്ക്കും മതി. ഇപ്പൊ ഇത് കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തുള്ളത്. നമ്മൾ സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അധികം പുളി ഇല്ലാത്ത ഒരു 6-7 കഷ്ണം മാങ്ങ ചേർത്ത് കൊടുക്കുക. പുളി അധികമാവാൻ പാടില്ല. പുളി കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല റോസ്റ്റിന്. ഇതിലേക്ക് ഇനി 3/4 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1/2 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാലിന് 1/4 കപ്പ് വെള്ളം മിക്സ് ചെയ്താണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 5-6 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മാങ്ങ അത്യാവശ്യം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിലവർക്ക് മാങ്ങ അധികം വേവിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് വേവ് കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും അതേപോലെ നാളികേരക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതേപോലെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഇനി ഇത് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങയുടെ പുളിയും ഫ്ലേവറൊക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചെമ്മീൻ മാങ്ങ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്